ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസും ചിക്കൻ റോസ്റ്റുമാണ്. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല റൈസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, മസാലകൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായ ശേഷം അതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു 3 എണ്ണവും ഏലക്കയും 3 എണ്ണം മാത്രം മതി. കുരുമുളക് കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല. ബേ ലീഫ് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 4 കപ്പ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 3 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കിത് വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സവാളയും ചെറിയ ഉള്ളിയും അരിഞ്ഞത് ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം പകുതി വറ്റിയിട്ടുണ്ട് റൈസിൻ്റെ. ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഏകദേശം സവാളയും ചെറിയ ഉള്ളിയും നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് തക്കാളി നല്ലപോലെ വഴണ്ട് കിട്ടിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 3/4 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഇതുപോലെ റൈസിലേക്കിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗീ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. മസാലകളെല്ലാം നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ കുക്കാകുമ്പോൾ കുറച്ചധികം വെള്ളം വരും. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 5 മിനിറ്റ് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഇതിൽ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ 3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 5 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഗീ റൈസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.